സവർക്കർ എങ്ങനെയായിരുന്നു എന്നത് നമുക്കൊന്ന് പരിശോധിക്കണം. സായുധ ആക്രമണങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാം എന്ന് വിശ്വസിച്ച തീവ്ര ദേശീയവാദിയായിരുന്നു വി.ഡി. സവർക്കർ എന്നുള്ളതൊരു വാസ്തവമാണ്. ഇംഗ്ലണ്ടിൽ ഉപരിപഠനം നടത്തുന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ ആക്രമിക്കാൻ ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കടത്തി. നാസി കളക്ടറായിരുന്ന A.M.T. ജാക്സനെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് സവർക്കർ കടത്തിയതാണ്. കൊലപ്പെടുത്തിയത് അനന്ത് ലക്ഷ്മൺ കനാരെ എന്ന സവർക്കറുടെ ഉറ്റ അനുയായിയുമായിരുന്നു. അങ്ങനെ ജയിലിലാവുകയാണ് സവർക്കർ. 1910 ബ്രിട്ടനിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസ് വി.ഡി. സവർക്കറെ അറസ്റ്റ് ചെയ്തു. ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ഫ്രാൻസിലെ മാഴ്സയിൽ തുറമുഖത്തിൽ നിന്ന് കടലിൽ ചാടി. പോലീസ് സവർക്കറെ വീണ്ടും പിടികൂടി ഇന്ത്യയിലെത്തിച്ചു. ഈ കേസിൽ സവർക്കർക്ക് 50 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചത്. അന്ന് 28 വയസ്സ് മാത്രമാണ് സവർക്കർക്ക് പ്രായം. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിലേക്കാണ് സവർക്കറെ നാടുകടത്തിയത്. സ്വത്തുക്കൾ ജപ്തി ചെയ്യുകയും ചെയ്തു. പിന്നീട് സവർക്കർ ദീർഘകാലത്തെ ജയിൽവാസത്തിനൊടുവിൽ അവിടെ നിന്ന് മാപ്പെഴുതി പുറത്തു വരുന്നതാണ് പിന്നീട് കാണുന്നത്. 1911-ലും 1913-ലും 1917-ലും 1920-ലുമായി 5 മാപ്പപേക്ഷകളാണ് ബ്രിട്ടീഷ് സർക്കാരിന് എഴുതി നൽകിയത്. 1921-ൽ ബ്രിട്ടീഷ് സർക്കാർ സവർക്കറുടെ മാപ്പപേക്ഷ പരിഗണിച്ചു. രത്നഗിരി ജയിലിലേക്ക് മാറ്റുകയായിരുന്നു. മോചിപ്പിച്ചാൽ ഇനി ഒരിക്കലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തില്ലെന്ന് പ്രതിജ്ഞ ചെയ്യിച്ചു. മോചിതനാക്കാം, പക്ഷേ രത്നഗിരി വിട്ടുപോകരുതെന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഉപാധി. അതും സവർക്കർ അംഗീകരിച്ചു. ബോംബെ സർക്കാർ സവർക്കറെ വീട്ടുതടങ്കലിലാക്കി. 1937-ൽ സവർക്കറെ പൂർണ്ണമായി മോചിപ്പിച്ചു. തുടർന്ന് ഹിന്ദു മഹാസഭയുടെ നേതൃത്വത്തിലേക്ക് സവർക്കർ വരികയായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിനെതിരെ ശക്തമായ നിലപാട് സവർക്കർ സ്വീകരിച്ചു. 1929 മുതൽ 1937 വരെ ബ്രിട്ടീഷുകാരിൽ നിന്ന് പ്രതിമാസം 60 രൂപ ധനസഹായം കൈപ്പറ്റുകയും ചെയ്തു. ഇനി ഈ മാപ്പപേക്ഷയിൽ എന്തൊക്കെയായിരുന്നു എഴുതിയിരുന്നത്, എന്താണ് മാപ്പപേക്ഷ എന്ന് ആവർത്തിച്ച് ആരോപിക്കപ്പെടുന്നത് എന്നത് നോക്കാം. 1913 നവംബർ 14-ലെ മാപ്പപേക്ഷയിൽ പറയുന്നത്, ഇന്ത്യയിലും വിദേശത്തുമുള്ള ചെറുപ്പക്കാരെ മുഴുവൻ ഭരണഘടനാ മാർഗത്തിലേക്ക് ഞാൻ മടക്കിക്കൊണ്ടുവരാമെന്ന് ബ്രിട്ടന് വാക്കുകൊടുക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അവരിഷ്ടപ്പെടുന്ന ഏതു നിലയ്ക്കും സേവിക്കാൻ ഞാൻ തയ്യാറാണ്. എന്റെ മാറ്റം പൂർണ്ണാർത്ഥത്തിലുള്ള ഒന്നായതിനാൽ ഭാവിയിലും അതങ്ങനെ തന്നെയായിരിക്കും. ബ്രിട്ടീഷ് രക്ഷാകർതൃത്വത്തിന്റെ വാതിലുകളിലേക്ക് അല്ലാതെ ഇവിടേക്ക് ധൂർത്തപുത്രൻ മടങ്ങും എന്നുകൂടി ബ്രിട്ടനോട് അപേക്ഷിക്കുന്നുണ്ട് വി.ഡി. സവർക്കർ. 1914 ഒക്ടോബറിലെ മാപ്പപേക്ഷ പരിശോധിച്ചാൽ ശക്തിയുള്ളവർക്ക് മാത്രമേ പൊറുക്കാനും മറക്കാനും കഴിയുകയുള്ളൂ. എന്നെ വിമോചിപ്പിക്കുക വഴി അത് സർക്കാരിന് തെളിയിക്കാനാകും എന്ന് സർക്കാരിനോട് ഉപദേശിക്കുന്നുണ്ട് വി.ഡി. സവർക്കർ. 1917 ഒക്ടോബർ 5-ന് എഴുതിയ മാപ്പപേക്ഷയിൽ, ഞാൻ അറിയുന്നവരിൽ ഭൂരിപക്ഷം പേർക്കും ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് തരിമ്പും ശത്രുതയില്ല. കൂട്ടത്തിൽ ഒരാളെന്ന നിലയ്ക്ക് എനിക്കത് ഉറപ്പിച്ചു പറയാൻ കഴിയുമെന്നും വി.ഡി. സവർക്കർ പറയുന്നു. 1920 മാർച്ച് 20-ന് സമർപ്പിച്ച മാപ്പപേക്ഷയിൽ ബാരിൻ ഘോഷിനും ഹേംചന്ദ്ര ദാസിനും നൽകിയ അതേ മാപ്പ് എന്നിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ദയവുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിശ്ചിതവും യുക്തവുമായ ഒരു കാലത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടില്ല എന്ന് ഉറപ്പുകൂടി വി.ഡി. സവർക്കർ കൊടുക്കുന്നുണ്ട്. 1921 ഓഗസ്റ്റ് 19-ന് അയച്ച മാപ്പപേക്ഷയിൽ ഒരുതരം രാഷ്ട്രീയത്തിലും താൻ പങ്കാളിയാവുകയില്ല, ഒരു പങ്കാളിത്തവും ഇനിമേൽ താൻ വഹിക്കുകയില്ല, ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെന്റ് അനുശാസിക്കുന്ന ഏത് യുക്തിസഹമായ നിബന്ധനയും ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. 1924 ജനുവരി 6-ന് മോചിതനായപ്പോൾ എനിക്ക് മെച്ചപ്പെട്ട വിചാരണയും നീതിയുക്തമായ വിധിയും ലഭിക്കുകയുണ്ടായി എന്നാണ് സവർക്കർ പ്രതികരിച്ചത്. കഴിഞ്ഞ നാളുകളിൽ ചെയ്ത അക്രമ മാർഗങ്ങളെ ഞാൻ ആത്മാർത്ഥമായി തള്ളിക്കളയുന്നു. എന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് നിയമവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കും. സർക്കാരിന്റെ എല്ലാ പദ്ധതിയും വിജയിപ്പിക്കാൻ ഭാവിയിലും പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ജയിലിൽ നിന്നിറങ്ങിയ ശേഷം പറയുന്നത്. ഗാന്ധിവധവും സവർക്കറുമായുള്ള ബന്ധം പിന്നീട് വലിയ വിവാദമാകുന്നുണ്ട്. ഗാന്ധി വധക്കേസ് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ള ആരോപണമുയരുന്നു. 1948-ൽ സവർക്കറെ ഗാന്ധിവധത്തിൽ പ്രതി ചേർത്തു. സവർക്കർ ഗോഡ്സെയെ വിജയിച്ചു വരുമെന്ന് അനുഗ്രഹിച്ചെന്ന് മാപ്പുസാക്ഷിയുടെ മൊഴിയുണ്ടായിരുന്നു. നാഥുറാം ഗോഡ്സെ ഹിന്ദു മഹാസഭയുടെ പ്രവർത്തകനും സവർക്കറുടെ അനുയായിയുമായിരുന്നു. സവർക്കർക്കെതിരെ മൊഴി നൽകിയത് മാപ്പുസാക്ഷിയായ ദിഗംബർ ബാഗ്ഡെയാണ്. മതിയായ തെളിവുകളില്ലാതിരുന്നതിനാൽ സവർക്കറെ കോടതി വിട്ടയക്കുകയും ചെയ്തു. സവർക്കർ ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായി പോരാടിയ വ്യക്തിയാണ് എന്ന് പിന്നീട് ഇന്ദിരാഗാന്ധി പ്രകീർത്തിച്ചിട്ടുണ്ട്. വീർ സവർക്കർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ ധീരനായ പുത്രന്റെ ജന്മശതാബ്ദി ആഘോഷ പദ്ധതികൾ വിജയിക്കട്ടെ എന്ന പരാമർശം വീർ സവർക്കർ രാഷ്ട്രീയ സ്മാരകിന്റെ സെക്രട്ടറിക്ക് എഴുതിയ കത്തിൽ 1970-ൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സവർക്കറിന്റെ ഓർമ്മയ്ക്കായി പോസ്റ്റൽ സ്റ്റാമ്പ് പുറത്തിറക്കുക കൂടി ചെയ്തു. ഇന്ദിരാ സവർക്കർ ട്രസ്റ്റിന് പണം നൽകുകയും ചെയ്തു. സവർക്കറെ കുറിച്ച് ഡോക്യുമെന്ററി ഉണ്ടാക്കുകയും ചെയ്തു. ആ കാലത്ത്
സവർക്കർ വീർ സവർക്കർ എന്ന പ്രയോഗത്തിലൂടെയാണ് അറിയപ്പെടുന്നത്. വീർ എന്ന വിശേഷണം 1926 പുറത്തു വന്ന ദ ലൈഫ് ഓഫ് ബാരിസ്റ്റർ സവർക്കർ എന്ന പുസ്തകത്തിലാണുള്ളത്. സവർക്കറെ വാഴ്ത്തുന്ന ഈ പുസ്തകം എഴുതിയത് ചിത്രഗുപ്തൻ എന്ന അജ്ഞാതനാണ്. 6 പതിറ്റാണ്ടിന് ശേഷം 1987 ഈ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചിരുന്നു. പുസ്തകം എഴുതിയ ചിത്രഗുപ്തൻ സവർക്കർ തന്നെയാണ് എന്ന് ആമുഖത്തിൽ പ്രസാധകർ പറയുന്നതുമുണ്ട്. ഇതൊക്കെ തന്നെയാണ് സവർക്കറെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ. സനീഷ്, ഇതൊക്കെ